മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാർ. അവിടെ വെച്ചോളൂ. ആ അല്ലാ. അല്ലാ, ഒത്തിരി പണമുണ്ടല്ലോ. ഓ, സ്വർണ്ണാഭരണങ്ങളുണ്ട്, പാസ്പോർട്ടുണ്ടല്ലോ. അയ്യോ, താമസിക്കുന്ന വീടിൻ്റെ മാസവാടക കുടിശ്ശികയുണ്ട്. സ്കൂൾ തുറന്നിട്ട് കുട്ടികൾക്ക് ബാഗ്, കുട, അങ്ങനെ എല്ലാം ഇപ്പോൾ പോക്കറ്റ് കാലിയാണ്. പണമില്ലാതെ കഷ്ടപ്പെടുന്ന ജീവിതമാണ് എൻ്റേത്. പണം നീ എന്തിനു തിരികെ നൽകണം? അരുത്. നിസ്തുലമായ നിന്റെ ശാരീരിക ഇച്ഛകൾക്ക് അടിമപ്പെടാതിരിക്കുക. ഞാൻ നിന്നെയും സകലതിനെയും സൃഷ്ടിച്ച ദൈവമാണ്. എന്നെ ആർക്കും കാണാൻ കഴിയില്ല. നിന്റെ സുഖത്തിലും ദുഃഖത്തിലും ഞാൻ മാത്രമേ ഉണ്ടാകൂ എന്ന് നീ ഓർക്കുക. ജോലിക്കിടയിൽ ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകാം. കർമ്മഫലം എന്ന് വിചാരിച്ച് മറന്നുകളയുക. ഈ പണം നിനക്ക് അർഹമായതല്ല. അതെടുത്ത് പണക്കാരനായാൽ നിനക്ക് ഒരിക്കലും സ്വസ്ഥത കിട്ടുകയില്ല. എന്താണ് ഇത്? റെസ്റ്റോറന്റ് കിട്ടിയതാ. ഓക്കെ, മാനേജർ കൊടുക്കാം. സാറേ, സാറിന് 304 ഗസ്റ്റ് അന്വേഷിച്ചിരുന്നു. ഓക്കെ, പേയ്മെന്റ് എല്ലാം ക്ലിയർ അല്ലേ? ആ സാർ. ശരി ശരി. സാർ, സാറിനൊരു ഗസ്റ്റ് ഉണ്ട്. ആ, വരൂ വരൂ, ഇരിക്കൂ. യെസ്, എന്താണ് സാറിന്റെ പേര്? എൻ്റെ പേര് അരുൺകുമാർ. ആ ബാഗ് എടുത്തിട്ട് വരൂ. അസ്ലം വളരെ ബുദ്ധിമുട്ടി ജീവിക്കുന്ന ആളാണ് ഈ ബാഗ് ഇവിടെ കൊണ്ടുവന്ന് തന്നത്. പുറമ്പോക്കിലാണ് ആളുടെ താമസം. ഭാര്യയും കുട്ടികളുമുണ്ട്. ഇവിടുത്തെ ശമ്പളം കൊണ്ടും ടിപ്സ് കൊണ്ടും ഒക്കെ ജീവിക്കുന്നത് ദൈവത്തിനെ അറിയൂ. സാർ, ബാഗ്. ആ, അസ്ലാമിനെ ഒന്ന് വിളിക്കൂ. ഓക്കെ സാർ. സാർ, ഇത് ചെക്ക് ചെയ്തോളൂ. ഓക്കെ. എവറിത്തിങ് ഈസ് ഓക്കെ? ഓക്കെ. സാറിനെ വിളിപ്പിച്ചിരുന്നോ? എൻ്റെ ഉച്ചക്കലത്തെ ഡ്യൂട്ടി കഴിഞ്ഞിരുന്നു. അസ്ലാമേ, ഞാൻ നിനക്കൊരു വീട് വെച്ച് തരുന്നുണ്ട്. അല്ലാ. ഓ, വണ്ടർഫുൾ. ആർ യു ഹാപ്പി നൗ? താങ്ക് യു സാർ. ഇരിക്കടോ. ഏയ് വേണ്ട സാർ. ഹോട്ടൽ ഞാൻ തന്നാൽ നടത്താൻ പറ്റുമോ? അയ്യോ സാർ, ഞാനോ? ഇയാൾ പേടിക്കണ്ട, എല്ലാം ഞാൻ ഏർപ്പാടാക്കി തരാം. എനിക്കത്ര അറിവൊന്നുമില്ല. എൻ്റെ ഹോട്ടലിൽ നടത്തിയത് വേറൊരാൾ പറഞ്ഞിട്ടാണ്. ഒരു കൺസൾട്ടൻ്റ് ഉണ്ട്, ഡോക്ടർ ശ്രീകുമാർ. അയാളെ വിളിക്കാം. എന്നാൽ ഇപ്പോൾ തന്നെ വിളിക്കേ. ആ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഇരിക്കൂ സാർ.
ആ ഇദ്ദേഹത്തിന് ഒരു ഹോട്ടൽ വാങ്ങി നടത്തണമെന്നുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് സാറിനോട് വരാൻ പറഞ്ഞത്. ഓ അത്രേ ഉള്ളോ കാര്യം? ആ അതെ അതെ. ഞാനോർത്ത് എനിക്കല്ല കല്യാണക്കാര്യമായിരിക്കും. അതാ ഓടിപ്പിടിച്ചു വന്നത്. അല്ലാ, ഞാൻ എന്തീ കാണണേ? എന്താണ് ഇക്ക ഇങ്ങനെ തുടങ്ങിയാല്? ബാപ്പ എത്ര ബേജാറാണെന്ന് അറിയൊക്ക. ഹോട്ടൽ ഉഷാറായി നടത്തേണ്ട ആളല്ലേ ഇക്ക. ഇതൊക്കെ കാണുമ്പോ ഇത്തിരി ബേജാറുണ്ട് എനിക്ക്. അല്ലാ, ബസ് വന്നു. ഇക്ക ഞാൻ പോവാണേ. മോളെ ഷർട്ട് മാച്ചിങ് ആണ്. ഒന്ന് പോടുന്നു. അതെ, എത്ര നേരായി നിന്നെ ഞാൻ കാത്തു നിൽക്കണു. ഇപ്പോഴെങ്കിലും സമയത്തിന്റെ വില ഒന്ന് മനസ്സിലാക്കും. അതെ, നിന്റെ ബാപ്പ സ്റ്റാർ ഹോട്ടൽ MD അഷ്റഫ് നിന്നെ ഹോട്ടൽ മാനേജ്മെന്റിന് വിട്ടപ്പോഴേ എനിക്ക് തോന്നി നീ ഒരു ടൈം പീസ് ആവുന്നു. എൻ്റെ ഇക്കാക്ക ഷാഹിറിന്റെ ഒപ്പം +1 പഠിക്കുമ്പോ തൊട്ടേ വിളിക്കാൻ തുടങ്ങിയതാണ് ടൈം മിസ്. അഷ്റഫിന്റെ മകൾ ഷഹാനെ, നീ സ്കൂളിൽ പോകുമ്പോഴും മദ്രസ പോകുമ്പോഴും വീട്ടിൽ ഇരുന്ന് പഠിക്കുമ്പോഴും ഒക്കെ ടൈം പീസ് ഉപയോഗിക്കാറുണ്ടല്ലോ. എൻ്റെ പൊന്ന് ഷഹാനെ, നിന്നെ കണ്ട് പഠിക്കണമെന്ന് എൻ്റെ ഉപ്പ എപ്പോഴും എന്നോട് പറയാറുണ്ട്. എന്നിട്ടും നന്നായോ? അതുമില്ല. എക്സാം പാസ്സായി യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റ് വാങ്ങണം. എന്നിട്ട് അത് ചെയ്യാതെ ബൈക്ക് ചുറ്റിയടിച്ച് നടക്കാം. വാപ്പാക്കൊരു ആക്രിക്കട ഉള്ളതുകൊണ്ട് ജീവിച്ചു പോണു. എന്നിട്ടിങ്ങനെ നടക്കാം വെറുതെ. നീ എന്താ എത്രയും വൈകിയ? ഞാൻ ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു. ഇന്ന് ആ കോഴ്സ് പൂർത്തിയാക്കണതിന്റെ സെൻഡ് ഓഫ് ആയിരുന്നു. അപ്പൊ എനിക്ക് ധൈര്യമായിട്ട് പെണ്ണ് ചോദിക്കാൻ വരാലോ. അയ്യടാ, ഞാനും എൻ്റെ ഇക്കയും കൂടിയിട്ടാണ് ഇപ്പൊ ആക്രിക്കട നടത്തുന്നത്. ആണോ? ആക്രി മുതലാളിക്ക് ഇപ്പൊ എന്നെ കെട്ടിച്ച് തന്നത് തന്നെ. തോറ്റ പരീക്ഷ എഴുതി ജയിച്ചിട്ടല്ലാതെ ആ പരിസരത്തേക്ക് വന്നേക്കരുത്. അല്ലാണ്ട് ഇപ്പൊ കെട്ടിച്ച് തന്നത് തന്നെ. കാത്തിരുന്നാ മതി. ഞാൻ പോവാണ്. നിങ്ങളെ നല്ല ജോലിയൊക്കെ ആയിട്ട് വാ. എന്തിവിടെ? മാഡം, ഞാൻ എഞ്ചിനീയറിംഗ് ചെയ്ത് ഉയർന്ന മാർക്കോട് കൂടി പാസ്സായി. ഇനി എനിക്ക് ധൈര്യമായിട്ട് പെണ്ണ് ചോദിക്കാലോ. ധൈര്യമായിട്ട് വന്ന് ചോദിച്ചു. അപ്പൊ അവിടെ ഇവിടെ ഓക്കെ അല്ലേ? അതെ, സാറ് വരുന്നു. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഷഹാന ഹോട്ടലിന്റെ MD ആയതിനു ശേഷം എല്ലാ കാര്യങ്ങളും വളരെ നല്ല രീതിയിലാണ് പോകുന്നത്. താങ്ക് യു സർ. ഇക്കാക്ക ഉണ്ടാക്കിയ സാമ്പത്തിക ബാധ്യതകളെല്ലാം പരിഹരിച്ചു കഴിഞ്ഞു. ഇല്ലെങ്കിൽ എൻ്റെ ശമ്പളത്തിൽ നിന്ന് കട്ട് ചെയ്താൽ മതി. അതിന്റെ ആവശ്യമില്ല. ഹോട്ടലിന്റെ ലാഭം ക്രമാതീതമായി ഉയർത്തിക്കൊണ്ടുവന്നാൽ മതി. ഇത് നമ്മുടെ പുതിയ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ MD ആണ്. കൺഗ്രാറ്റുലേഷൻസ്. വാ മോളെ. How is the business? Everything is fine. Far better. യെസ് സാർ. What do you say? എവറിത്തിങ് ഈസ് ഗുഡ്. മോനെ മാറ്റാൻ പറഞ്ഞു, മാറ്റി. സംഭവം ക്ലിയർ. അതെ, ഹോട്ടൽ വാങ്ങിയിട്ട് പ്രയാസമൊന്നുമില്ലല്ലോ. ഓ, അത് മാറി. എങ്ങനെയുണ്ട് ബിസിനസ്? വെരി വെരി ലെസ്. ക്ലാസ് കൊടുത്തതിന് ഫലമുണ്ടോ? ബിസിനസ്സൊക്കെ ഉഷാറായി. കംപ്ലൈൻറ്റ് കേൾക്കാനേ ഇല്ല. റൂം സെയിൽ 60% ആയിരുന്നു, ഇപ്പോൾ 80% ആയി. ഇപ്പൊ പുതിയ അപ്പോയിൻമെന്റ്സ് എല്ലാം ഉണ്ടോ? നോ, ഇപ്പോൾ ഓഫ് സീസൺ വരികയല്ലേ. കുറച്ച് മാർക്കറ്റിംഗ് ചെയ്താൽ ബിസിനസ്സൊക്കെ കൂടില്ലേ. So let us plan something. അപ്പം അങ്ങനെ തന്നെ ആവട്ടെ. പ്രളയപയോധിയിൽ ഉറങ്ങിയുണർന്നൊരു പ്രഭാമയൂഖമേ കാലമേ, പ്രകൃതിയും ഈശ്വരനും ഞാനും അങ്ങനല്ല പ്രതിരൂപങ്ങളല്ലേ.
അങ്ങനല്ല തിത്താര തിത്തിത്തൈ കുട്ടനാടൻ പുഞ്ചയിലെ കൊച്ചു പെണ്ണെ കുയിലാളെ കൊട്ടുവേണം കുഴൽ വേണം കുരവ വേണം. കുട്ടനാടൻ പുഞ്ചയിലെ കൊച്ചു പെണ്ണെ കുയിലാളെ കൊട്ടുവേണം കുഴൽ വേണം കുരവ വേണം. ഓ തിത്തിത്താരാ തിത്തിത്തൈ തിത്തൈ തകതൈതേതോ തിത്തിത്താരാ തിത്തിത്തൈ തിത്തൈ തകതൈതേതോ തിത്തിത്താരാ തിത്തിത്തൈ തിത്തൈ തകതൈതേതോ.